പല സ്ഥലത്തും നമ്മൾ സോഴ്സ് ചെയ്ത് രാത്രി എൻ്റെ പലതും ദിവ്യനായിട്ട് സ്റ്റിച്ച് ചെയ്തു. കാരണം നമുക്ക് സമയത്തിൻ്റെ പലതിൻ്റെ കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് കുറേ ദിവസം ഉറങ്ങാതൊക്കെ. പക്ഷേ വിശാന്തിന് മനസ്സിലുണ്ടായിരുന്ന ആ ഒരു വിഷയം 2046 കൊണ്ടുവരാൻ വേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ദിവ്യക്ക് നല്ല കാര്യങ്ങളൊക്കെ സിനിമയിലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിന് നല്ല കാര്യങ്ങൾ മോസ്റ്റ്ലി ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ഓഡിയൻസിനോട് പറയാനുള്ളത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഏതൊരാളും പൈസ ഇത് നല്ല സിനിമയാണെന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് കം വാച്ച് ഔട്ട്. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ നിങ്ങൾ ആരും നിരാശപ്പെടുത്തുന്ന നല്ല വൃത്തിയായിട്ടൊരു എക്സ്പീരിയൻസ് ഞങ്ങൾ സാധാരണ പടം കാണുന്നതിനേക്കാൾ കൂടുതൽ താങ്കളുടെ മുഖത്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, എനിക്കൊരു സിനിമ കണ്ടപ്പോൾ ഞാൻ ഇപ്പോഴാണ്, അതായത് സിനിമയിലാണ് ഞാൻ സിനിമ മുഴുവൻ കാണുന്നത്. അതിന് മുന്നേ നമ്മൾ ഡബ്ബിയുടെ പോർഷൻസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം. നല്ല സിനിമയാണെന്ന് എനിക്കൊരു ഷാന്തിനോടോ അടിച്ചു അങ്ങനെയല്ല. ഷാന്ത് ബ്രില്യൻ്റ് ഡയറക്ടർ. ഇപ്പോൾ നമ്മളുടെ പാർട്ടിയും ഉണ്ട്. ഷാന്തിൻ്റെ ഭാഗം നമുക്ക് അടുത്ത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. നിരഞ്ജയുടെ 2-3 പടങ്ങൾ ചെയ്യും. ആ ഒരു കോംബോ വീണ്ടും വരുമ്പോൾ ഓഡിയൻസിലേക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ആദ്യം തൊട്ടത് ഹിറ്റ് ആവണം, ഫൈനൽസ് ഭയങ്കര ഹിറ്റ് ആവണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ അതൊരു മീഡിയം ഹിറ്റായിരുന്നു. മധുരമനോരമോ ഹിറ്റായെങ്കിൽ ഞാനും നിരഞ്ജും വളരെ കുറച്ച്. പക്ഷേ നിരഞ്ജും ഒരുപാട് ബോഡി ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളും പിന്നെ ഹ്യൂമർ ഫുൾ ഓഫ് ചെയ്യാൻ എളുപ്പമല്ല. നമുക്ക് ആൾക്കാർ ചിരിപ്പിക്കുകയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഭയങ്കരമായിട്ടുള്ള ഈ നെപ്പോട്ടിസം വഴിയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സെൻസ് ഓഫ് ഹ്യൂമർ അച്ഛൻ്റെ ആ ഒരു ടാലൻറ്റ് നിരഞ്ജന് ഭയങ്കരമായിട്ട് ആൾക്കാർ ചിരിപ്പിക്കാറുണ്ട്. അത് ഫുൾ ഓഫ് ചെയ്യാനും അതിന് കൂടെ മറ്റു ഫൈറ്റ് ആണെങ്കിലും മത്സരം ബാക്കി എല്ലാം ഫുൾ ഓഫ് ചെയ്യാനാണ് നിരഞ്ജന് ടാലൻറ്റ് കാണിക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു സിനിമ. അത് അദ്ദേഹം യൂസ് ചെയ്ത് വളരെ ചെയ്തു. ആസ് എ ഫ്രണ്ട് ഞാൻ ഭയങ്കര സന്തോഷം. അവരുടെ റിയാക്ഷൻസ് ഉത്തരം സിനിമ കണ്ടുമ്പോൾ കിട്ടുമെന്ന് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിറങ്ങിയിരിക്കുകയാണ്. നേരത്തെ നമ്മുടെ ഗ്രൂവും കാര്യങ്ങളാണ് കണ്ടത്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിറങ്ങി നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ് പ്രേക്ഷകരോട്, കാണാത്ത പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. നല്ല സിനിമയാണ്. ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്. വ്യത്യസ്തമായൊരു സിനിമയാണ്. കാണണം, പ്രോത്സാഹിപ്പിക്കണം. കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ബാക്കി എല്ലാവർക്കും പറയാം. ഈ ഫ്രിജ സോമൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഫ്യൂച്ചറാണ്, എന്നാലും സിനിമയാണ്, എക്സ്പെരിമെൻ്റൽ സബ്ജക്റ്റാണ്, ഇതിൻ്റെ അപ്രോച്ചും വേറെ രീതിയിലാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഹുക്ക് ചെയ്ത എലമെൻറ്റ് എന്തായിരുന്നു? ഈ ക്യാരക്ടറിന് അൺപ്രഡിക്റ്റബിലിറ്റി തന്നെയാണ്. അടുത്ത മൊമെന്റിൽ ക്യാരക്ടർ എന്താ പെരുമാറാൻ പോകുന്നതെന്ന് നമുക്ക് ആരും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ, അധികം ഞാൻ കാണാത്തൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. അത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. എന്നോട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡയറക്ടറുടെ ഫിലിം മേക്കിംഗ് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ്. ആ ഒരു എന്താ പറയുക, പ്രാന്തൻ സിനിമാ മേക്കർ എന്നൊക്കെ ആൾക്കാർ വിശേഷിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അവരുടെ കൂടെയുള്ള വർക്ക്? ഞാനെങ്ങനെ അദ്ദേഹം ഒരു പ്രാന്തൻ ഫിലിം മേക്കറാണെന്ന് വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഒരു ക്രേസി ഗുഡ് ഫിലിം മേക്കറാണ്. ഭയങ്കര ഡിഫറെൻറ്റ് തോട്ട്സ്, നമുക്ക് പല ഡിഫറെൻറ്റ് തോട്ട്സും വരും. പക്ഷേ അത് സിനിമയാക്കി മാറ്റാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് പലർക്കും ഉണ്ടാകും. ഇതെങ്ങനെ സിനിമ എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് തോന്നുന്ന ഒരുപാട് തോട്ട്സ് വരാറുണ്ട്. ഇപ്പോൾ പ്രശാന്ത് ഇത് പറഞ്ഞപ്പോഴും ഇതിൻ്റെ കഥ പറഞ്ഞപ്പോഴും ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളത് എക്സിക്യൂട്ട് ചെയ്തു. അപ്പം അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു കഴിവും ഈ ഡിഫറെൻറ്റ് ചിന്താഗതി കൊണ്ടുവരാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട്. അല്ല, പ്രാന്തൻ ആരും ചിന്തിക്കാത്ത രീതികളിൽ അതുപോലത്തെ ഒരു ഫിലിം മേക്കറിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ഇനിയും കൃഷാന്ത് നമ്മുടെ പാർട്ടിൽ വരുന്നുണ്ട്. അല്ലാതെ കൃഷാന്തിൻ്റെ കൂടെ ഇനിയും കൊലാബറേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കും.